ലൈംഗികാതിക്രമ കേസിൽ പ്രതിയായ എം മുകേഷ് MLA സ്ഥാനം രാജിവെക്കുന്നതാണ് ഉചിതമെന്ന് CPI സംസ്ഥാന എക്സിക്യൂട്ടീവ്. കടുത്ത അഭിപ്രായ ഭിന്നതയ്ക്കൊടുവിലാണ് CPI ഈ തീരുമാനമെടുത്തത്. CPIM നേതാക്കൾ എതിർപ്പ് വ്യക്തമാക്കിയതോടെ നിർബന്ധമായും രാജിവെക്കണമെന്ന ആവശ്യത്തിൽ നിന്ന് ബിനോയ് വിശ്വം പിന്നാക്കം പോയി. തീരുമാനം മുഖ്യമന്ത്രിയെയും CPIM സംസ്ഥാന സെക്രട്ടറിയെയും അറിയിക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം. മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന് മുതിർന്ന നേതാക്കളായ ആനി രാജയും പ്രകാശ് ബാബുവും ആവശ്യപ്പെട്ടുവെങ്കിലും CPIയെ നിയന്ത്രിച്ച് EP-യും MA ബേബിയും രംഗത്ത് വന്നതോടെ ഈ നിലപാട് CPIക്ക് മാറ്റേണ്ടി വന്നു. മുകേഷ് രാജിവെക്കണമെന്ന് ആനി രാജ പരസ്യമായി നിലപാടെടുത്തു. ഒരു മിനിറ്റ് പോലും ആ പദവിയിലിരിക്കാനുള്ള ധാർമ്മികമായതോ അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള അവകാശം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹം രാജിവെക്കണം. എന്നാൽ രാവിലെ തന്നെ ഈ നിലപാട് ഇടതുമുന്നണി കൺവീനർ EP ജയരാജൻ തള്ളി. നിങ്ങൾ രാജിയാണ് ഒരു MLA ചെയ്ത തെറ്റിന്റെ മേലെ സ്വീകരിക്കേണ്ടതെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതിന് മുൻപുണ്ടായിട്ടുള്ള 2 MLA-മാർ രാജിവെക്കണം. കേരളത്തിന്റെ ചരിത്രത്തിൽ MLA-മാരുടെ പ്രശ്നമാണെങ്കിൽ എല്ലാ MLA-മാർക്കും ഈ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ ബാധകമാണ്. സെക്രട്ടറിയോട് ആലോചിക്കാതെ അജണ്ട നിശ്ചയിക്കുന്ന ആനി രാജയുടെ നീക്കത്തിൽ ബിനോയ് വിശ്വത്തിന് കടുത്ത അതൃപ്തിയുണ്ടായിരുന്നു. മുന്നണിയെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ പാർട്ടി കമ്മിറ്റി കൂടി വേണം തീരുമാനവും നിലപാടുമെടുക്കേണ്ടതെന്നാണ് ബിനോയ് വിശ്വത്തിന്റെ നിലപാട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലത്തെ പാർട്ടി ഗൗരവമുള്ള കാര്യങ്ങളിൽ കമ്മിറ്റി കൂടി ആലോചിക്കും. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പിന്നാലെ ചേർന്ന എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഭൂരിപക്ഷവും മുകേഷ് രാജിവെക്കണമെന്ന നിലപാട് സ്വീകരിച്ചു. എന്നാൽ ഇത് കടുത്ത ആവശ്യമായി ഉന്നയിക്കേണ്ട എന്ന നിലപാടിലായിരുന്നു സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. മുകേഷ് രാജിവെക്കണമെന്ന് എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഭൂരിപക്ഷ അഭിപ്രായം ഉയർന്നിട്ടും പരസ്യമാക്കേണ്ട എന്ന നിലപാടാണ് ബിനോയ് വിശ്വം എടുത്തത്. മുഖ്യമന്ത്രിയെയും CPIM സംസ്ഥാന സെക്രട്ടറിയെയും ബിനോയ് വിശ്വം നേരിൽ കണ്ട് നിലപാട് അറിയിക്കുന്നതിലേക്ക് CPI നിലപാട് ഒതുങ്ങും. 24 തിരുവനന്തപുരം.